89.6 FM Sargakshetra. Happy Hours brought to you by മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ. ഇന്ന് ഹാപ്പി അവേഴ്സിൽ എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട്. അതിഥി എന്ന് പറയുമ്പോഴേക്കും ഇതിനു മുന്നേയും നമ്മളെ സർഗക്ഷേത്ര 89.6 FM ചില വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് എത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് എൻ്റെ കൂടെയുള്ളത്. കമ്മഡോർ നേരിയമ്പറമ്പിൽ അനിൽ ജോസഫ് വിശിഷ്ട സേവാ മെഡൽ, ഇന്ത്യൻ നേവി റിട്ടയർഡ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം സീതു. എന്തുകൊണ്ടാണ് ഇന്ന് ഒരു റിട്ടയർഡ് നേവൽ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു റിട്ടയർഡ് സൈനികൻ നമ്മുടെ കൂടെ ഷോയിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാടും നഗരവും ഒക്കെ ചെറിയ രീതിയിൽ പേടി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഇന്ന് വെളുപ്പിനെ മുതലൊക്കെ ആളുകൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാനായിട്ട് നമ്മളൊരു എക്സ്പേർട്ടുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ള അനിൽ സാറിൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ നമ്മൾ തിരിച്ചടിച്ചു എന്ന് നമ്മൾ അറിയുന്നു. ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പല സൈനിക ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒഫീഷ്യൽ ഇതിനെക്കുറിച്ചുള്ള പ്രസ് റിലീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ ചെവിക്കൊള്ളേണ്ട നിർദ്ദേശം എന്തൊക്കെയാണെന്നാണ് സാർ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ ആളുകൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, പല വിഷയങ്ങളും പല വിവരങ്ങളും സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ജനങ്ങൾ ചെവിക്കൊള്ളേണ്ട നിർദ്ദേശങ്ങൾ ഏതൊക്കെ സൈഡിൽ നിന്ന് വരുന്നതാണ്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഇതിന്റെ ബിൽഡപ്പ് തൊട്ട് നമ്മൾ ശരിക്കും നോക്കേണ്ടതാണ്. എന്നാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളുടെ പഹൽഗാമിൽ കുറെ ടൂറിസ്റ്റിനെ വളരെ ഒരു കോവേർഡ്ലി വേയിലാണ്, ഒരു ഡാസ്റ്റേർഡ്ലി വേയിലാണല്ലോ കൊന്നത്. അത് അപ്പൊ അതിനൊരു തിരിച്ചടി ശരിക്കും വേണമായിരുന്നു. തിരിച്ചടി എങ്ങനെയാണെന്നുള്ളത് അത് ഗവൺമെന്റിന്റെ ഡിസിഷൻ. നമ്മൾ തിരിച്ചടിക്കണം, അത് ആവശ്യമായിരുന്നു. പക്ഷെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന്റെ ഡിസിഷൻ. മിലിറ്ററിനെ യൂസ് ചെയ്യുന്നോ അതോ ഇപ്പൊ ഇൻഡസ് വാട്ടർ ട്രീറ്റി ബ്രേക്ക് ഡൗൺ ചെയ്തു, നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങൾ അടയ്ക്കുന്നു, അവരുടെ കൂടെയുള്ള ട്രേഡ് നിർത്തുന്നു. അപ്പൊ പല രീതിയിലുണ്ട് നമുക്ക് ഒരു മറുപടി കൊടുക്കാനായിട്ട്. പക്ഷെ ഇതെപ്പോഴും നടക്കുമ്പോൾ നമ്മളൊരു മറുപടി കൊടുക്കേണ്ട ആവശ്യമാണ്. എന്താന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ പറയുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിലൊരു കൊച്ചു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും, എടാ മോനെ നീ തെറ്റ് ചെയ്താൽ നിനക്കൊരു അടി കിട്ടും. അപ്പോൾ ആ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കൊച്ചു തെറ്റ് ചെയ്താൽ നമ്മൾ അടിച്ചിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ വാല്യൂ ഇല്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ പാകിസ്ഥാൻ കുറെ നാളായിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ പറയുന്നുണ്ട് ഇത് ചെയ്താൽ അടി കിട്ടും, ഇത് ചെയ്താൽ അടി കിട്ടും. അപ്പൊ നമ്മൾ അടിക്കേണ്ട ആവശ്യമാണ്. അപ്പം ഇത് ഏത് രീതി ചെയ്യണം അത് ഗവൺമെന്റ് ഡിസിഷൻ. ഇപ്പൊ ഇന്ന് ഫൈനലി ഒരു സ്ട്രൈക്ക് പോലെയാണ് നടന്നത്. അപ്പൊ സ്ട്രൈക്ക് നടന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനെങ്കിലും ഒരു വ്യത്യാസപ്പെട്ടാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തപ്പം നമ്മൾ പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ മാത്രമാണ് ചെയ്തത്. ഈ പ്രാവശ്യം ചെയ്തപ്പോൾ നമ്മൾ ഒരു ലെവൽ ഒന്നിച്ചിട്ട് മാറ്റി പാക് ഒക്യുപ്പൈഡ് കശ്മീർ അല്ലാതെ തന്നെ മെയിൻ പാകിസ്ഥാനിലുള്ള ടെററിസ്റ്റ് സൈറ്റ്സും അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും അടിച്ചപ്പം നമ്മളൊരു നല്ല മെച്യൂരിറ്റി കാണിച്ചിട്ടുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ അവിടെ ഇവിടെ ഒന്നും കയറി അടിച്ചിട്ടില്ല. ടെററിസ്റ്റ് സ്ട്രൈക്സിൽ മാത്രമാണ് അടിച്ചേക്കുന്നത്. നമ്മളത് ക്ലിയർ ആയിട്ട് വ്യക്തം വേൾഡിലും എല്ലാവരോടും പാകിസ്ഥാനോടും എല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴും ഇതുവരെ നിങ്ങളുടെ മിലിറ്ററിയും സിവിലിയൻ ടാർഗറ്റ്സ് ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ടെററിസ്റ്റ് സ്ട്രൈക്ക് മാത്രമാണ് അടിച്ചത്. നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള കാര്യവും നമ്മൾ തന്നെ പറയുന്നത്, നിങ്ങൾ ഇത് മാത്രമേ ഞങ്ങൾ അടിക്കുന്നുള്ളൂ. നമ്മൾ അവർക്കും ഒരു ഫേസ് സേവിങ് ഒരു ഇത് കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ ടെററിസ്റ്റ് സൈറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ എല്ലായിടത്തും കയറി അടിച്ചാൽ പിന്നെ ഓൾറെഡി ഹയർ ലെവലിലായല്ലോ. അപ്പൊ നമ്മളപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോഴും ഒരു വളരെ മെച്യൂർ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം അടി കൊണ്ടപ്പോൾ നമ്മുടെ എല്ലാം ഇമോഷണൽ മൂവ്മെന്റ് എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും, നമുക്ക് ഒരു നല്ലൊരു അടി അവർക്ക് കൊടുക്കണമെന്നായിരിക്കും. പക്ഷെ എന്നാലും ഗവൺമെന്റ് ഒരു വളരെ മെച്യൂർ രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പം സാധാരണ സ്വാഭാവികമാണ്, എല്ലാവർക്കും ഒരു പേടി കാണും. പിന്നെ യുദ്ധമാവുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി മെന്റലി പ്രിപ്പയർഡ് ആവണം. നമ്മൾ വേറെ ഒരു രാജ്യത്തിൽ കയറി അടിക്കുമ്പം അവരും തീർച്ചയായും തിരിച്ചെന്തെങ്കിലും ചെയ്യും. നമ്മൾ അതിനുവേണ്ടി റെഡി ആയിരിക്കണം. ഞാൻ സാധാരണ ഇപ്പം ചെയ്തു ചോദിച്ചായിരുന്നു പേടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ യുദ്ധം മാത്രമല്ല, നമ്മളൊരു കൺട്രി ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പം നമ്മുടെ കൺട്രിയിലുള്ള എല്ലാവരും ഇൻവോൾവ് ആണ്. ഗവൺമെന്റ് ഇൻവോൾവ് ആണ്, ബ്യൂറോക്രാറ്റ്സ് ഇൻവോൾവ് ആണ്, മിലിറ്ററി ഇൻവോൾവ് ആണ്, നമ്മൾ സിവിൽ സിറ്റിസൺസ് നമ്മളെല്ലാം. ഞാനും ഇപ്പോൾ ഒരു സിവിൽ സിറ്റിസണാണ്, ഞാനൊരു റിട്ടയർഡ് ഓഫീസറാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈക്വലി ഇൻവോൾവ് ആണ്. നമ്മളും അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അഭിമാനം കാണും ഇത് ചെയ്തെന്നുള്ളത്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്നും ഓരോ സാക്രിഫൈസസും ഓരോ നമ്മളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും നമ്മളത് ഫോളോ ചെയ്യേണ്ട ആവശ്യമാണ്. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ അങ്ങോട്ട് അടിച്ചപ്പം അവർ തിരിച്ചടിക്കും, തീർച്ചയായിട്ടും അടിക്കും. അപ്പം നമ്മൾ അതിനുവേണ്ടി റെഡി ആവണം. നമ്മൾ അയ്യോ ഇപ്പൊ ഇനി തിരിച്ചടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഏറ്റവും നല്ല, ഞാൻ നേരത്തെയും പരസ്യത്തിൽ തന്നെ പറഞ്ഞ ഒരു കഥയായിരിക്കും. വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു രാജ്യം, അവരുടെ നല്ലൊരു കഥയാണ്. അവരുടെ
അവരുടെ വിയറ്റ്നാം US-ന്റെ കൂടെ ഉള്ള യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ബീരങ്കി കിട്ടി. അപ്പം ബീരങ്കി കിട്ടിയപ്പം അമേരിക്കൻസ് പറഞ്ഞു ബീരങ്കി കിട്ടിയാലും കുഴപ്പമില്ല, അവരെവിടുന്ന ഫയർ ചെയ്യാൻ നമുക്ക് അറിയാം. അപ്പൊ അവരുടെ ഒരു പ്രാവശ്യം ഫയർ ചെയ്യുന്ന കഴിയുമ്പോൾ നമുക്ക് അവരുടെ ബീരങ്കി എല്ലാം ഡെസ്ട്രോയ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവരെന്നാ ചെയ്തു, ഇവർ ബീരങ്കി എല്ലാം ഡിസ്മാന്റിൽ ചെയ്ത് ഒരു സൈക്കിളെ കയറി മലയുടെ മുകളിൽ കൊണ്ടുപോകും. അവിടുന്ന് അസംബിൾ ചെയ്തിട്ട് ഫയർ ചെയ്യും, പിന്നെയും ഫയർ ചെയ്യും, പിന്നെ റോൾ ചെയ്യും, പിന്നെയും ഫയർ ചെയ്യും. അപ്പൊ നമുക്ക് ബീരങ്കി എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം ഇതിനകത്ത് ആ ബീരങ്കി റോൾ ചെയ്യുമ്പം ആരാ ബീരങ്കി തടയാൻ പോകുന്നത്, ആ പുള്ളി ബീരങ്കിയുടെ അടി ചതയും. അപ്പം വിയറ്റ്നാമീസ് ആസ് എ പീപ്പിൾ അവർ ഡിസൈഡ് ചെയ്തത് പ്രായമുള്ളവർ ഇത് ചെയ്യും, സോ ദാറ്റ് ദി യങ് ക്യാൻ കണ്ടിന്യൂ ഫൈറ്റിംഗ്. ഇതാണ് ആ രാജ്യത്തിന്റെ കമ്മിറ്റ്മെന്റ്. ഒരു സാക്രിഫൈസ് ഇല്ലാതെ ഒന്നും കിട്ടാൻ പറ്റത്തില്ല. ഞാൻ നമ്മുടെ ദേശം, നമ്മുടെ രാജ്യത്തിനെ പറ്റി എനിക്കുള്ള പേടി ഇതേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും എല്ലാം ഫ്രീ ആയിട്ട് വേണം. നമുക്ക് ആർക്കും ഒരു സാക്രിഫൈസ് ചെയ്യാൻ റെഡിയല്ല. യുദ്ധം എന്ന് പറഞ്ഞാലും എന്നായെങ്കിലും ചെയ്യാനും, നമുക്ക് സ്കൂളിൽ ഒരു കൊച്ചിന് പഠിക്കാൻ തന്നെ എന്നായെങ്കിലും സാക്രിഫൈസ് വേണം, ഒരു സമയത്തിന്റെ സാക്രിഫൈസ് വേണം, ഫേവറേറ്റ് സീരിയൽ കളയണം, എന്നായെങ്കിലും കുറയ്ക്കണം പഠിക്കാനുള്ള സമയം കണ്ടുപിടിക്കാൻ. ഒരു സാക്രിഫൈസ് ഇല്ലാതെ ഒരു നേട്ടവും ഇല്ല. അപ്പം ഇതിനകത്തും നമ്മൾ ഈ ഫിയർ എന്ന് പറയുന്നത് ശരിയല്ല, നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഇങ്ങനെ ഒരു തിരിച്ചടി വരുമെന്നുള്ള ഇത് വേണം. നമുക്കായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ഇപ്പം ഗവൺമെന്റ് മോക്ക് ഡ്രിൽസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് സിവിൽ അതോറിറ്റീസ് പറയുന്നത് പോലെ നമ്മളെല്ലാം ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മളെല്ലാരും കണ്ണും ചെവിയാണല്ലോ. നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റും എന്നാ നടക്കുന്നത് നമുക്കും ഒരു ബോധം വേണം. പാകിസ്ഥാന് ഏത് രീതിയിലാണ് നമ്മളെ തിരിച്ചടിക്കാൻ പറ്റുന്നത്? അവര് ഫുൾ ഫ്ലഡ് വാർ വരുവോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അവിടുന്ന് ഇവിടുന്ന് ചെറിയ അവിടെയും ഇവിടെയല്ലോ ഓരോ ബോംബൊക്കെ പൊട്ടിപ്പിക്കാം. അപ്പൊ അത് ആരുടെയും ശ്രദ്ധ, നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയെ കാണണമല്ലോ. അപ്പൊ നമുക്ക് അറിയാത്ത ഒരാൾ നമ്മുടെ സ്ഥലത്തോട്ട് കയറി വരുവാണെങ്കിൽ നമ്മൾ പറയണം, തീർച്ചയായിട്ടും പറയണം. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. അപ്പം പേടി എന്ന് പറയുന്നത് നമ്മള് പേടിയല്ല, നമുക്കൊരു സേഫ് ഗാർഡ്സ് വേണം, നമുക്കൊരു അവയർനെസ് വേണം. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഡ്യൂട്ടി ഉണ്ട്. നമ്മുടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യണം. ഇറ്റ്സ് എ ഹോൾ ഓഫ് ഇന്ത്യ അപ്രോച്ച്. നമ്മുടെ സൈന്യത്തിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളെല്ലാവരും അതിന് വേണ്ടി റെഡി ആയിരിക്കണം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ലല്ലോ. ഇപ്പം ഒരു സിവിലിയൻ പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്ത് ആരും ആണെങ്കിലും ആവാം. ഒരു വെടിയുണ്ട വരുന്നത് ഇന്നയാളുടെ പേര് വെച്ചോണ്ടല്ലോ, അതിന് മുമ്പിൽ വരുന്ന ആരെങ്കിലും ആവാമല്ലോ. അപ്പം ആ രീതിയിൽ നമുക്കും എല്ലാവർക്കും ഒരു സാക്രിഫൈസ് ഉള്ള രീതി കാണണം. നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇപ്പൊ ശരിക്കും ഒരു യുദ്ധം നടന്നാൽ നമുക്ക് പിന്നെ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ കുറയാൻ തുടങ്ങും, അതെല്ലാം വരും. അപ്പൊ നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം, പിടിച്ചു വലിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ ആയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് ഈ സമയത്ത്. അപ്പം ഫ്രം പബ്ലിക്കായിട്ട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ആ രീതിയിലാണ് പറയുന്നത്. നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു സെൻസ് ഓഫ് സാക്രിഫൈസ് വേണം. ഒരു നല്ല ഹൈ സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ് വേണം. സാറ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിർദ്ദേശം നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെ ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, യുദ്ധം പോലൊരു സംഗതി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളൊന്ന് ജാഗരൂകരായിട്ടിരിക്കണം, ഒന്ന് വിജിലന്റ് ആയിട്ടിരിക്കണം എന്നുള്ള കാര്യം അല്ലേ? ശരി, തീർച്ചയായിട്ടും അങ്ങനെ വേണം. പിന്നെ നമ്മളായിട്ട് ഇപ്പം ഗവൺമെന്റ് തന്നെ കുറെ ഉദ്ദേശങ്ങൾ ഇടും. മോക്ക് ഡ്രിൽ നമ്മൾ ഇതാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് എന്തിനാ നമ്മൾ മോക്ക് ഡ്രിൽ ചെയ്യുന്നത്? എന്നെങ്കിലും വന്നാൽ നമ്മളാരും പാനിക് ആവാതിരിക്കാൻ. അപ്പം ആ മോക്ക് ഡ്രിൽസിന്റെ പ്രാക്ടീസ് ശരിക്കും ഇതൊക്കെ പണ്ട് ചെയ്യുന്നതായിരുന്നു. അപ്പം യുദ്ധങ്ങളൊന്നും നമ്മൾ ആരും കാണുന്നില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മോക്ക് ഡ്രിൽ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം ജപ്പാൻ പോലെയുള്ള ഒരു കൺട്രി പോയാൽ അവർ എർത്ത് ക്വേക്കും സുനാമിയുടെയും ഒക്കെ സ്കൂൾ പിള്ളേർ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിപ്പം ശരിക്കും ചില കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഫ്ലഡ്സിന്റെ ഇതും ഇപ്പൊ എന്നാ വരും, ഒരു ഫയർ വന്നാൽ ഇപ്പോഴൊക്കെ മിക്ക സ്കൂളിലും ഫയർ ഫൈറ്റിങ്ങിന്റെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഓരോ എൻവയറൺമെന്റിൽ നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു ഭാഗമായിരിക്കണം. അത് നടന്നാൽ നമ്മൾ എന്നാ ചെയ്യേണ്ടി എന്നുള്ള ആ ഒരു ഭാഗമായിരിക്കണം നമുക്ക് എല്ലാവർക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റിന്റെയും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം സമാനമായിട്ടുള്ളതാണ്, ഇപ്പോൾ യുദ്ധം പോലെ ഒരു കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെന്റ് സൈഡിൽ നിന്നും അതേപോലെ തന്നെ ഈ വിവിധ സൈനിക ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അവരുടെ സൈഡിൽ നിന്നും നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടും അല്ലെ? എന്തായാലും ലഭിക്കും അല്ലെ? തീർച്ചയായിട്ടും. സിവിൽ അതോറിറ്റീസിനോട് പറയും. ഇപ്പം സൈന്യം മുമ്പിലായിരിക്കും. അപ്പം ഒരു പൊളിറ്റിക്കൽ ലൈനിൽ നിന്ന് സിവിൽ അതോറിറ്റീസ് ആയിരിക്കും പറയാൻ പോകുന്നത് ഓരോ ഡിസ്ട്രിക്റ്റിലും എന്നൊക്കെ നടക്കാൻ പോകുന്നത്. നമ്മളിപ്പം കേരളത്തിലാണ്, നമ്മൾ ഒരുമാതിരി ദൂരെയാണ്. ഇവിടെ വല്ലതും സംഭവിക്കാനുള്ള ചാൻസസ് കുറവാണ്. സംഭവിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. ടെററിസം എവിടെ വേണമെങ്കിലും ഹിറ്റ് ചെയ്യാം. പിന്നെ പാകിസ്ഥാന്റെ കയ്യിലും നീണ്ട മിസൈൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. പക്ഷെ ആ ലെവലിൽ വരാൻ വേറെ സമയം എടുക്കും. പക്ഷെ ടെററിസം എന്ന് പറയുന്ന ഒരു കാര്യം എവിടെ വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം അതുമല്ല, ടെററിസം എന്ന് പറയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ചിലവർ എന്നെ സമ്മതിക്കുവാണെങ്കിലല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു വില്ലേജിൽ പുറത്തുനിന്ന് ഒരാൾ കയറിയാൽ ആ വില്ലേജിലുള്ള എല്ലാവർക്കും അറിയാം, അവിടുത്തെ ലോക്കൽ പോലീസിന് അറിയാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തിനു നടക്കുന്നു നമ്മൾ തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാരും ഒരു സാധനം കാണുമ്പം
ശരിയാണോ തെറ്റാണോ നമുക്ക് ആ ഒരു ശ്രദ്ധ വേണം. ഒരു തെറ്റായിട്ടുള്ള കാര്യം നടക്കുകയാണെങ്കിൽ നിയറസ്റ്റ് സിവിൽ അതോറിറ്റി പോലീസിനെ ഒക്കെ ഇൻഫോം ചെയ്യേണ്ടി നമ്മുടെ ഒരു സിവിൽ യുദ്ധത്തിന്റെ കാര്യം മാത്രമല്ല, എവിടെയെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ നമ്മളത് പറയാൻ നോക്കണം. നമ്മൾ മിക്കവരും കണ്ണടച്ചങ്ങ് പോകത്തല്ലേ ഉള്ളൂ. ഒരു സിവിക് അവയർനെസ് റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ. സത്യം. അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇതേ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇന്ന് ഹാപ്പി അവേഴ്സിൽ. എൻ്റെ കൂടെ ഉള്ളത് കൊമഡോർ നേരിയംപറമ്പിൽ അനിൽ ജോസ് സാറാണ്. അപ്പോൾ സാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM കാതൂരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy Hours. എൻ്റെ കൂടെ ഇന്ന് ഹാപ്പി അവേഴ്സിലുള്ളത് റിട്ടയേർഡ് നേവൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള കമഡോർ അനിൽ ജോസ് സാറാണ്. സാർ, നമ്മളിപ്പോൾ യുദ്ധം അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടോ സാർ? അതായത് ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടോ ഇന്ത്യയിൽ? യുദ്ധം വരുമോ? എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് അതിൻ്റെ ഒരു ടെൻഷനിലാണ് പല മലയാളികളും പല ഇന്ത്യക്കാരും. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, യുദ്ധം പോലൊരു സാഹചര്യം ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ടോ? സാധ്യത ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമ്മൾ മിലിറ്ററിയിൽ നമ്മൾ പറയുന്ന സാധാരണ ഒരു എസ്കലേഷൻ മാട്രിക്സ് ഉണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അത് കൂടാനോ അതവിടെ നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ട്. ഇപ്പം നമ്മൾ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ, ഇപ്പം ഞാനും സേതുവും തമ്മിൽ വഴക്കുണ്ടായി. സേതു എന്നെ വല്ലതും ചെയ്തു. അപ്പൊ ഞാൻ ഒരു സേതുവിന്റെ മുറി വന്ന് സേതുവിനെ അടിച്ചു. അപ്പൊ സേതുവിനും അറിയാം ഞാൻ സേതുവിനെ അടിച്ചെന്ന്. അപ്പൊ ലെവല് ചിലപ്പോ അവിടെ തന്നെ നിൽക്കും. ഞാൻ സേതുവിനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചടിച്ച പിന്നെ സേതുവിന് തിരിച്ചടിക്കണമെന്നുള്ള ഒരു തോന്നൽ വരും. എന്നാന്ന് പറഞ്ഞാൽ സേതുവിന്റെ അഭിമാനം അഫക്റ്റ് ആയി. അപ്പൊ സേതുവിന് എന്നെങ്കിലും ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ഈ ലെവൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നടന്നപ്പോൾ നമ്മൾ എന്നാ ചെയ്ത POK മാത്രമേ ഹിറ്റ് ചെയ്തുള്ളൂ. ഈ പ്രാവശ്യം നമ്മൾ ഹിറ്റ് ചെയ്തത് POK-യിലും ഹിറ്റ് ചെയ്തു, മെയിൻ പാകിസ്ഥാനും ഹിറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ മുഴുവൻ നേരവും പറയുന്നുണ്ട് നിങ്ങളുടെ ടെററിസ്റ്റ് ക്യാമ്പ് മാത്രമേ ഞങ്ങൾ ഹിറ്റ് ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ടാർഗറ്റ് ചെയ്തില്ല. നമുക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരണമായിരുന്നെങ്കിൽ അങ്ങോട്ട് ഹിറ്റ് ചെയ്യാമായിരുന്നു. അപ്പൊ അങ്ങോട്ട് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വേറെ ലെവലിലോട്ട്. അപ്പൊ നമ്മളും ഒരു മെസ്സേജ് കൊടുക്കുവാണ്, നിങ്ങൾ ചെയ്ത തെറ്റാണ്, അതിനുള്ള മറുപടിയാണ് ഇത്. പക്ഷെ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്താൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ ടെററിസ്റ്റ് ക്യാമ്പുകൾ മാത്രം ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ലോകത്തിന് മുഴുവൻ ലോകത്തിന് മുഴുവൻ അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തെ ഞങ്ങൾ ഒന്ന് തുടച്ചു നീക്കാൻ ഞങ്ങളും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഞങ്ങൾക്ക് നോവിക്കാൻ ഉദ്ദേശമില്ല എന്ന് വ്യക്തമായ ഒരു മറുപടി അല്ലേ? നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ടെററിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എവിടെ പോയാലും അവനെ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനകത്ത് ഇസ്രായേൽ ചെയ്യുന്ന അതുപോലെയാണ്. ഇസ്രായേൽ അവരുടെ ഒരു ആൾക്കാർ വായിക്കണം ശരിക്കും. 1972 ഒളിമ്പിക്സിൽ അവരുടെ കുറെ അത്ലീറ്റ്സിനെ കൊന്നായിരുന്നു. അവരുടെ ആൾക്കാര് അവരുടെ വേഷം മാറി വേറെ രീതിയിൽ ജീവിച്ച് ഒരു 8-10 കൊല്ലം കൊണ്ടാണ് കോളർമാരെ ഒന്നൊന്നായിട്ട് പിടിച്ചു കൊല്ലുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ചെയ്ത് അപ്പൊ അവര് എസ്കലേഷൻ അവർ ആദ്യം തന്നെയാണ് ലിമിറ്റ് ചെയ്തത്. അത് വേറെ രീതിയിൽ പോയില്ല. ഇപ്പൊ ഇതിനകത്ത് പാകിസ്ഥാനും അവരുടെ ജനത്തിന് ഒരു മറുപടി ഒരു റിപ്ലൈ കൊടുക്കണം. ഇപ്പൊ അവർ പറയുന്നുണ്ട് അവരുടെ സിവിലിയൻ ടാസ്കിനെ ഐറ്റ് ചെയ്യുന്ന, അവരുടെ ഇടയ്ക്ക് രാവിലെ ന്യൂസ് വന്നു അവരും ഏതാണ്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിനകത്ത് നമുക്കിപ്പോ അറിയാം അത് കള്ളത്തരമാണെന്ന്. പക്ഷെ അവരും ചെയ്യാതെ ഇരിക്കത്തില്ല. അവരെന്തെങ്കിലും ചെയ്യണമല്ലോ. അവരൊരു കൺട്രിയാണ്, ഒരു രാജ്യമാണ്, എന്നെങ്കിലും ചെയ്തിരിക്കണം. പക്ഷെ നമ്മൾ ചെയ്ത മെസ്സേജിൽ അവർക്ക് അവരുടെയും ഒരു നല്ല ഇതാണ്, അവിടെ തന്നെ ഇരുന്നാൽ നല്ല കാര്യം. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു കൺട്രിയാണ്, മനുഷ്യരുടെ തന്നെ ഈഗോ ഉണ്ട്. അപ്പൊ ഇതൊരു കൺട്രിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം യുദ്ധം നടക്കില്ലെന്ന്, യുദ്ധം നടക്കാതിരിക്കാനുള്ള ഓപ്ഷനും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് യുദ്ധം നടന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയർലി നമ്മൾ റെഡിയാണെന്ന്. സാധാരണ ഇതിനകത്ത് എല്ലാവരും വേറെ ഒരു ഡിസ്കഷൻ സാധാരണ വരുന്നത്, അയ്യോ അവർ ന്യൂക്ലിയർ ആണ്, ന്യൂക്ലിയർ ബോംബുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരവും വരും. പിന്നെ അവരുടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുവാണോ? ആൾക്കാർ ഇതൊക്കെ കേട്ട് ആൾക്കാർ വെറുതെ കടന്ന് പേടിക്കില്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിയുടെ ന്യൂക്ലിയർ പോളിസി എന്ന് പറയുന്നത് നോ ഫസ്റ്റ് യൂസാ. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യത്തില്ല. പക്ഷെ ആരെങ്കിലും നമ്മുടെ നേരെ യൂസ് ചെയ്താൽ ആ കൺട്രിക്ക് മാസീവ് ഡെസ്ട്രക്ഷനാണ്, അനീലേഷനാണ്. അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളിത് പറഞ്ഞുകൊണ്ട് അവര് ഒരു മനുഷ്യരില്ലാത്ത സ്ഥലത്ത് വരെയും ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടി പോലും ആവശ്യമില്ല. എനിക്ക് ചെറിയൊരു പേടിയുള്ളത്, നമ്മളിപ്പോ ഒരു മനുഷ്യരില്ലാത്ത സ്ഥലത്ത് ഒരു ബോംബ് ഇട്ടാൽ നമ്മൾ ചിലപ്പം പറയും ഒന്നും സംഭവിച്ചില്ലല്ലോ വിട്ടേക്കാരെന്ന് പറയും. പക്ഷെ നോ, അവർ ഇന്ത്യൻ സോയിലിലോട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ അപ്പൊ ആ പോളിസിയുടെ വാല്യൂ ഇല്ല. ചൈനയുടെ പോളിസി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചൈന പറഞ്ഞേക്കുന്നത് അവര് നോൺ ന്യൂക്ലിയർ കൺട്രീസിന്റെ അഗേൻസ്റ്റ് യൂസ് ചെയ്യത്തില്ലേ എന്നാ പറയുന്നത്.
അപ്പൊ അവര് അതിനകത്ത് വളരെ അപ്പൊ എല്ലാ കൺട്രീസിന്റെ അങ്ങനെ. ഇപ്പം പാകിസ്ഥാൻ ഇനിയും യുദ്ധത്തിൽ നിന്ന് അവര് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുടെ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് ഡേഞ്ചറസ് ഏരിയ വന്നു, ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കും. അപ്പം വേൾഡിലുള്ള എല്ലാവരും പറയും വേണ്ട, യുദ്ധം വേണ്ട, നിർത്തുമെന്ന് തന്നെ എല്ലാവരും പറയും. എന്നാലും 2 ന്യൂക്ലിയർ കൺട്രീസ് ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒരു പേടി കാണും ഇതൊരു എവിടം വരെ നിർത്തുമെന്ന്. പണ്ട് നമ്മുടെ പഴയ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടുണ്ട്, യുദ്ധം തുടങ്ങാൻ എളുപ്പമാ, യുദ്ധം പിന്നെ എവിടെ നിർത്തുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലെന്ന്. അതൊരു കാര്യമായിട്ടുള്ള കാര്യം തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഈ എസ്കലേഷൻ നമ്മൾ പറയുന്ന പോലെ ഇപ്പം തന്നെ നമ്മളിവിടെ അവരുടെ ടെററിസ്റ്റ് ക്യാമ്പ് മാത്രമേ ഹിറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഹയർ ലെവലിൽ ഹിറ്റ് ചെയ്യാമായിരുന്നു. കുറച്ച് ഹയർ ലെവലിലും കൂടെ ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ തിരിച്ചടിയും കുറച്ചും കൂടെ ഹയർ ലെവലിലായിരിക്കും. അപ്പൊ അതാണ് ഈ ഒരു ബാലൻസിങ്, അതാണ് ഒരു പൊളിറ്റിക്കൽ സിഗ്നലിംഗ്. അതാണ് നിങ്ങൾ ഇത് ചെയ്ത ശരിയല്ല, ഞങ്ങൾ ഇവിടെ വരെ നിർത്തുന്നുള്ളൂ, ഇനി അവർക്ക് അത് കൂട്ടണമെന്ന് തോന്നിയാൽ നമ്മൾ പറയുന്നത്. എന്തായാലും സാർ ഇനിയിപ്പോ നമുക്ക് പോകേണ്ടത്, നമ്മൾ ഇന്ന് രാവിലെ പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ സ്കൈ ന്യൂസുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഇനിയിപ്പോൾ സംസാരിക്കാനായിട്ടുള്ളത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ പേടിക്കേണ്ട മീൻസ് ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കേണ്ട ഒരു അവസ്ഥയല്ല, മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസ്ഥ മാത്രമാണ്. ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ നമുക്ക് മറ്റ് സൈഡിൽ നിന്ന്, ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ മറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. മോക്ക് ഡ്രില്ലുകൾ പങ്കെടുക്കുക മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ യുദ്ധം അത് വേണമോ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സമാനമായിട്ടുള്ളൊരു കാര്യമാണോ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്റർ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ളത്. അതിനുവേണ്ടി സാറ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy Hours. എൻ്റെ കൂടെയുള്ളത് കമഡോർ നേരിയംപറമ്പിൽ അനിൽ ജോസഫ്, വിശിഷ്ട സേവാ മെഡൽ, ഇന്ത്യൻ നേവി, റിട്ടയർഡ്. അദ്ദേഹമാണ് എൻ്റെ കൂടെയുള്ളത്. സാർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണോ എന്ന് നമ്മൾ സംസാരിച്ചു. നമ്മൾ ചെവിക്കൊള്ളേണ്ട ഇൻസ്ട്രക്ഷൻസ് അത് എവിടെ നിന്നൊക്കെയാണ്, ഏത് സൈഡിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, മോക്ക് ഡ്രില്ലുകളിൽ പങ്കെടുക്കേണ്ടതിൻ്റെ അനിവാര്യത, ഇതൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള, ഞാൻ സാറോട് കുറച്ച് നേരം മുന്നേ സംസാരിച്ചപ്പോഴും നമ്മൾ ഇതേ വിഷയം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ രാവിലെ സ്കൈ ന്യൂസുമായിട്ട് നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ സിവിലിയൻസിനെയാണ് അവർ ടച്ച് ചെയ്തത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കറിയാം സാർ ഒരു റിട്ടയേർഡ് നേവൽ ഉദ്യോഗസ്ഥനാണ്, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, സാറിന് ആ പ്രദേശങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു ധാരണയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും നമ്മൾ അവരുടെ സിവിലിയൻസിനെ, സാറിപ്പോൾ എടുത്തെടുത്ത് പറഞ്ഞു തൊട്ടിട്ടില്ല എന്ന്, എന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, എന്താ പറയുക, നമുക്ക് വീണ്ടും ഒരു ഉദ്യോഗസ്ഥൻ്റെ നാവിൽ നിന്ന് കേൾക്കാനായിട്ടുള്ള ആഗ്രഹവും താല്പര്യവും ആ ഒരു ഇഷ്ടവും എല്ലാം കൊണ്ട് ചോദിക്കുകയാണ്, നമ്മൾ അവരുടെ സിവിലിയൻസിനെ ടച്ച് ചെയ്തിട്ടില്ലല്ലോ സാർ, എന്താണ് സാറിന് ആ ഒരു ഏരിയയെക്കുറിച്ച് സാറിന് പറയുമ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച്? നമ്മുടെ ഒഫീഷ്യലി നമ്മളിപ്പം പറഞ്ഞേക്കുന്ന ടെററിസ്റ്റ് ക്യാമ്പ് തന്നെയാണ് ഹിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഹിറ്റ് ചെയ്തേക്കുന്ന മിസൈൽസ് പ്രിസിഷൻ ആണ്, നല്ല അക്യുറേറ്റ് ആയിട്ട് അവിടെ തന്നെയാണ് ഹിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം സിവിലിയൻസ് ആരെങ്കിലും കൊണ്ടോ മരിച്ചോ ഇല്ലെന്ന് നമുക്ക് ആർക്കും ശരിക്കും പറയാൻ പറ്റത്തില്ല. എന്താ ഒരു ബുള്ളറ്റ് പോകുമ്പം ടെററിസ്റ്റ് ആണോ മിസൈൽ ആണോ എന്ന് നോക്കുന്നു പറയും. നമ്മൾ ഹിറ്റ് ചെയ്തേക്കുന്ന ടെററിസ്റ്റ് ക്യാമ്പ്, അവിടെ ഒരു സിവിലിയൻ വന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇസ്രായേൽ ഹമസ് യുദ്ധത്തിൽ ഹമസ് പിന്നെ എല്ലായിടത്തും ചെയ്തേക്കുന്നത് അവരവരുടെ ക്യാമ്പും അവരുടെ ഓരോ യുദ്ധ ഡിപ്പോസും അമ്യൂണിഷനും ഒരു ഹോസ്പിറ്റലിന്റെ താഴെ, ഒരു സ്കൂളിന്റെ താഴെ, അവിടെ നിന്നൊക്കെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇസ്രായേൽ അത് ഹിറ്റ് ചെയ്യുമ്പം സിവിലിയൻ പിള്ളേർ മരിച്ചു, ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ പറയുന്നതും അതും ആണ്, പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും ആർക്കും പറയാൻ പറ്റത്തില്ല ഒരു സിവിലിയൻ മരിച്ചു ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഹിറ്റ് ചെയ്തേക്കുന്നത് ടെററിസ്റ്റ് ക്യാമ്പ് തന്നെയാണ്. നല്ല ഇന്റലിജൻസ് യൂസ് ചെയ്ത് വളരെ ഹൈ പ്രൊസിഷൻ ബോംബിലാണ് ഇട്ടേക്കുന്നത്. ആരതിനകത്ത് മരിച്ചു എന്നുള്ളത് നമുക്കിപ്പോ അറിയാൻ പറ്റത്തില്ല, അത് പറയും. പക്ഷെ അവിടുന്ന് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് പറയുന്നതിൽ ഇപ്പം നമ്മൾ 9 സ്ഥലത്ത് ഹിറ്റ് ചെയ്തപ്പോൾ അവര് തന്നെ പറയുന്ന 14 സ്ഥലം ഹിറ്റ് ചെയ്തതാണ്, കഴിഞ്ഞ 24 സ്ഥലം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹിറ്റ് ചെയ്തപ്പോൾ അവര് ഇന്ത്യ ഹിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ നിന്നത്. ഈ പ്രാവശ്യം അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്, നമ്മൾ 9 എന്ന് പറയുമ്പോൾ 24 സ്ഥലം ഹിറ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. പിന്നെ അവരുടെ തന്നെ ഒരു ആവശ്യമാണ് നമ്മളെ നെഗറ്റീവായിട്ട് കാണിക്കാനായിട്ട്. അപ്പം നമ്മൾ ചെയ്തത് ശരിയല്ല, നമ്മൾ അവരുടെ സിവിലിയൻസിനെ ഹിറ്റ് ചെയ്തു, അപ്പോൾ അവർക്കും പൊക്കിക്കൊണ്ട് കൊണ്ടുപോകാനുള്ള ഒരു റീസൺ വേണമല്ലോ.
അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു ഇതാണ്. സിവിലിയൻ ആരെങ്കിലും ചത്ത് കാണുമായിരിക്കും നമ്മൾ. പക്ഷെ നമ്മൾ ഹിറ്റ് ചെയ്ത ടെററിസ്റ്റ് ക്യാമ്പ്. ടെററിസ്റ്റ് ക്യാമ്പിൽ ഇപ്പൊ അവിടെ ഒരു ഫുഡ് ഡെലിവറി ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളും ചിലപ്പോൾ ആ ക്യാമ്പിനകത്ത് ആ മിസൈൽ അറ്റാക്കി പോയെന്നിരിക്കും. അപ്പം അത് സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഹിറ്റ് ചെയ്തേക്കുന്ന ടെററിസ്റ്റ് ക്യാമ്പാണ്. ആൻഡ് അവരുടെ ഇതാണ് വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യണം. അവർക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ വേണമല്ലോ. വല്ലതും ചെയ്യാനോ വാർ എസ്കലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചീത്തയായിട്ട് കാണിക്കണമെങ്കിലും അവർക്ക് ഓരോ റീസൺസ് വേണം. പിന്നെ അതുപോലെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോഴും നമ്മളെ മോശക്കാരനാക്കുന്ന അവർക്ക് ഗുണമായിരിക്കും അല്ലെ? തീർച്ചയായും. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ വേൾഡിൽ തന്നെ ഞാൻ നേരത്തെ വേറെ ഏഷ്യാനെറ്റിൽ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളായിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഓരോ എഗ്രിമെന്റ് നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടില്ല. പാകിസ്ഥാനാണ് എപ്പോഴും എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഞാനപ്പം മിക്കവാറും ചോദിക്കാന്നുള്ള, അപ്പം നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത നമ്മളിപ്പം കുറച്ചും കൂടെ നമ്മൾ കുറച്ച് അഗ്രസീവ് ആയിരിക്കണമല്ലോ. അഗ്രസീവ് അല്ല, നമ്മൾ നല്ല ചെസ്റ്റ് പൊക്കി പിടിച്ചോണ്ട് വേണമല്ലോ നമ്മൾ സംസാരിക്കാൻ. നമ്മൾ പേടിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം പണ്ട് ട്വിൻ ടവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ബിൻ ലാഡനെ അവരുടെ അബോട്ടാബാദ് ഒരു മിലിറ്ററി അക്കാഡമിയിലാണ് അമേരിക്കക്കാർ വന്ന് കൊല്ലുന്നത്. അപ്പം തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണെന്നുള്ളൊരു ഡൗട്ടും ഇല്ലല്ലോ. അവര് തന്നെ വന്ന് ചെയ്തതാണല്ലോ. പക്ഷെ എന്നാലും വേൾഡിലുള്ള എല്ലാവരും അവരെ ആ ഒരു ശിക്ഷ കൊടുക്കാൻ ആരും റെഡിയല്ല. നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം, ചൈനയുടെ സപ്പോർട്ട് ഉണ്ട് അതെന്നൊന്നും പറഞ്ഞാലും വേൾഡിൽ വളരെ ക്ലിയർ ആണല്ലോ. ഇപ്പം ബിൻ ലാഡനെ തന്നെ അവിടുന്ന് പിടിച്ചെങ്കിൽ അവരൊരു ബിൻ ലാഡന് സംരക്ഷണം കൊടുത്തോണ്ടല്ലേ ബിൻ ലാഡൻ അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നേരെ ചെയ്യുന്ന ഹഫീസ് സയ്യിദും ഇവരെല്ലാരും അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യം, സ്കൈ ന്യൂസിൽ നിന്നും വളരെ വ്യക്തമായിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ആരോപണവും അതേപോലെ തന്നെ നിങ്ങളുടെ ഉന്നത അധികാരത്തിലുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പലതിനും വേണ്ടി ടെററിസം ഉപയോഗിക്കുന്നു എന്ന് പറയുകയും സമ്മതിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾ എപ്പോഴും ടെററിസത്തിന്റെ വിക്റ്റിമാണ് എന്ന് മാത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനീ പറഞ്ഞ അവരെപ്പോഴും അതാണ് പറയുന്നത്. അവര് പണ്ടും അത് പ്രൊജക്ട് ചെയ്യായിരുന്നു. അത് പ്രൊജക്ട് ചെയ്ത് അവർക്ക് അമേരിക്കക്കാരുടെ നിന്ന് ഫണ്ട്സും കിട്ടുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് അവരൊരു ടെററിസം സപ്പോർട്ടിങ് ഒരു സ്റ്റേറ്റ് ആണെന്ന് ഒരു ഡൗട്ടും ഇല്ല ഇതിനകത്ത്. ഇപ്പൊ അവരുടെ പോളിസിയിൽ അവര് നമ്മളെ നെഗറ്റീവായിട്ട് കാണിക്കാൻ നോക്കും. പക്ഷെ പറഞ്ഞ പോലെ ഒരു സിവിലിയൻ മരിക്കാം, ഒരു സൈന്യം അല്ലാതെ ഒരു ടെററിസ്റ്റ് അല്ലാത്തവരും ചിലപ്പോൾ മരിച്ചെന്നിരിക്കും. അവിടെ ആ ഏരിയയിൽ അവരുണ്ടെങ്കിൽ അത് മരിച്ചെന്നിരിക്കും. പക്ഷെ നമ്മൾ ഹിറ്റ് ചെയ്തത് അവരുടെ ടെററിസ്റ്റ് ക്യാമ്പിലേക്കാണ്. അതിന് ഒരു ഡൗട്ടും ഇല്ല. എല്ലാവർക്കും അറിയാം നമ്മൾ ടെററിസ്റ്റ് ക്യാമ്പിന് തന്നെ നമ്മുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ് അല്ലെ? നമ്മുടെ ഇന്റൻഷൻ വളരെ ക്ലിയറുമാണ്. ആൻഡ് നമ്മൾ ആ എസ്കലേഷൻ ഇതിനകത്ത് നമ്മളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടം വരെ നിർത്തി, നമ്മൾ ഇതിന്റെ അപ്പുറത്തോട്ട് പോയില്ല. ഇനി നിനക്ക് നിർത്തണമെങ്കിൽ നിർത്താം, നിനക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതുമാണ് നമ്മുടെ മെസ്സേജ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ സംസാരിക്കാൻ പോകുന്നത് സാർ നേരത്തെ പറഞ്ഞ ചൈന എന്നുള്ള ആ രാജ്യത്തെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. എൻ്റെ കൂടെയുള്ളത് റിട്ടയർഡ് നേവൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള അനിൽ ജോസ് സാറാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. Happy hours. സർ, നമ്മൾ ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി അവേഴ്സിൽ നമ്മൾ സംസാരിച്ച് ഇപ്പോൾ രാവിലെ അവരുടെ ഇൻഫർമേഷൻ മിനിസ്റ്റർ, ഇപ്പോൾ പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങളും അതുപോലെ തന്നെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണോ, നമ്മൾ മോക്ക് ഡ്രിൽസിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളോ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോഴും സാറ് കോട്ട് ചെയ്ത ഒരു രാജ്യം ശരിക്കും ചൈനയാണ് അല്ലേ? സാറ് ചൈനയെക്കുറിച്ച് ഇങ്ങനെ പറയണ്ടേ? ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ചൈന പാകിസ്ഥാനെ സഹായിക്കും. ഇപ്പോൾ ഒരു യുദ്ധം ഇന്ത്യക്കെതിരെ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ ചൈനയുടെ ഒരു സപ്പോർട്ട് പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് പലയിടത്തും പറഞ്ഞു കേൾക്കുന്നു. ഇതിനിടയിൽ ഇന്ന് രാവിലെ ചൈനയിൽ നിന്ന് വന്ന അല്ലെങ്കിൽ ചൈനയുടെ ഒരു ഒഫീഷ്യൽ റിലീസ് എന്നുള്ള നിലയ്ക്ക് വന്നത്, നിങ്ങൾ രണ്ടുപേരും യുദ്ധത്തിന് നിൽക്കരുത്, സമാധാനമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ചൈന പറയുന്നൊരു കാര്യമാണ് ഇന്ന് രാവിലെ പുറത്തേക്ക് വന്ന വിവരം. അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്, ഒരു സിവിലിയൻ എന്നുള്ള നിലയ്ക്കും ഒരു റിട്ടയർഡ് നേവൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്കും ഒരു റിട്ടയർഡ് സൈനികൻ എന്നുള്ള നിലയ്ക്കൊക്കെ എന്താണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്താ തോന്നുന്നത്? ഈ എന്താ പറയുക, കാര്യങ്ങളെ വ്യക്തമായി കാണുന്ന, അതിനെ കീറിമുറിച്ച് അനാലിസിസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചൈന ഇടപെടുമോ? പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുമോ ചൈന? ഇതിനകത്ത് കുറെയൊക്കെ പൊളിറ്റിക്സ് ഉണ്ട്, കുറെയൊക്കെ സിഗ്നലിംഗ് ഉണ്ട്. നമ്മളും എപ്പോഴും വണ്ടർ ചെയ്യുന്ന ഒരു തെറ്റിന്റെ എഗെയിൻസ്റ്റ് മറ്റേ രാജ്യങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഒരു തെറ്റാണെങ്കിൽ ബാക്കി എല്ലാവരും ആ കൺട്രി ചെയ്യുന്ന തെറ്റാണെന്ന് നമ്മൾ പറയണമല്ലോ. ഇപ്പം ചൈനയ്ക്ക് മുമ്പും തന്നെ നമ്മൾ അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കും. അമേരിക്കയെ എഫക്ട് ചെയ്യുമ്പം അവർ പണിഷ് ചെയ്യുന്നുണ്ട്, വേറെ ഒരു രാജ്യത്തിനെ എഫക്ട് ചെയ്യുമ്പോൾ അവർ അതുപോലെ റിയാക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എല്ലാ രാജ്യം അവരുടെ പോളിസിയാണ് നോക്കുന്നത്. വാട്ട് ഇസ് ഇൻ ഇന്ത്യസ് ഇൻട്രസ്റ്റ്. ഇപ്പം പാകിസ്ഥാൻ നോക്കുമ്പോൾ വാട്ട് ഇസ് ഇൻ പാകിസ്ഥാൻസ് ഇൻട്രസ്റ്റ്.
ചൈന നോക്കുമ്പോൾ വാട്ട് ഇസ് ഇൻ ചൈനാസ് ഇൻട്രസ്റ്റ്. എല്ലാ രാജ്യവും അതുപോലെയാണ് നോക്കുന്നത്. അമേരിക്കയ്ക്ക് അത് ചെയ്യാനുള്ള പവറും കപ്പാസിറ്റിയും ഇച്ചിരി കൂടുതലായതുകൊണ്ട് അവർ ആ രീതിയിൽ കുറച്ചും കൂടെ ബോൾഡ്ലി ചെയ്യുന്നു. പക്ഷെ എല്ലാ രാജ്യവും ഇപ്പൊ നമ്മളുടെ റഷ്യ യുക്രൈൻ നടന്നപ്പോഴും നമ്മളൊരു ബാലൻസ് വ്യൂ ആണല്ലോ എടുത്തത്. നമ്മൾ റഷ്യയുടെ അഗേൻസ്റ്റ് പോയില്ലല്ലോ, നമ്മൾ റഷ്യയെ കൂടുതലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മുടെ കൺട്രിയുടെ ഒരു പോളിസി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ അമേരിക്കക്കാർ പറഞ്ഞു മറ്റവർ പറഞ്ഞു എന്നുള്ള ഒരു രീതിയിലല്ല. ഇപ്പം ചൈനയുടെ ഒത്തിരി സപ്ലൈസ് പാകിസ്ഥാനിലോട്ടാണ് തോന്നുന്നത്. ചൈന പാകിസ്ഥാനായിട്ടുള്ള റിലേഷൻഷിപ്പ് അതിലാണ്. നമ്മളും ചൈനയും തമ്മിലൊരു കോമ്പറ്റീറ്ററാണ്. പക്ഷെ അതേ സമയത്ത് പല കാര്യങ്ങളിലും നമ്മളും ചൈനയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇപ്പൊ എൻവയറൺമെന്റിന്റെ കാര്യവും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചൈന ഇന്ത്യ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ചൈന തന്നെ അറിയാം ഇപ്പം പാകിസ്ഥാൻ ഒരു തെറ്റ് ചെയ്തു. അപ്പൊ ഏത് ലെവൽ വരെ അവർ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഈ സിറ്റുവേഷനിൽ യുദ്ധത്തിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചൈനയും പറഞ്ഞിട്ടുള്ളൂ. ലോകത്തിലുള്ള ബാക്കി എല്ലാ കൺട്രീസും ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. ബംഗ്ലാദേശിൽ ഒരു മേജറിൽ ഒരു പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. അതല്ലാതെ ബാക്കി എല്ലാവരും ബാലൻസ് വ്യൂവിലുള്ള സംസാരമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു യുദ്ധം തുടങ്ങിയാൽ ചൈന ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യും അതൊരു ക്വസ്റ്റ്യൻ ആണ്. യുദ്ധത്തിലോട്ട് വരുവാണെങ്കിൽ എന്റെ ഒപ്പീനിയനിൽ കൂടുതലും ചൈന വേണമെങ്കിൽ ഒരു ഇന്റലിജൻസ് കൊടുക്കാം, വേണമെങ്കിൽ അവരുടെ ഇപ്പൊ അമ്യൂണീഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുവാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള വല്ലതും കൊടുക്കാം. ഡയറക്റ്റ്ലി അവർ വാറിലോട്ട് കയറാൻ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ക്യാൻ ബി. എന്നാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേ കൺട്രിയിലും യുദ്ധത്തിലാണ്. അപ്പം അതിന്റെ അർത്ഥം രണ്ട് കൺട്രി ഒരുമിച്ച് കയറി ഇന്ത്യയെ ആക്രമിച്ചു എന്നുള്ള തുല്യമാവും. അപ്പൊ അതിന്റെ അർത്ഥം അപ്പം വേൾഡിൽ മറ്റേ കൺട്രീസിലുണ്ടല്ലോ, അപ്പം പിന്നെ ആ രീതിയിൽ അങ്ങ് പൊങ്ങി പോകും. അപ്പം അവർക്കൊരു കൊവേർട്ട് സപ്പോർട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ ഇന്റലിജൻസ് കൊടുക്കാം, വല്ല സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഇതിൽ അതിൽ കൂടുതൽ അതിന്റെ ഹയർ ലെവലിലോട്ട് പോകണമെങ്കിൽ പിന്നെ യുദ്ധം വേറെ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പം പിന്നെ വേൾഡിലുള്ള ബാക്കി കൺട്രീസും എല്ലാം ഇൻവോൾവ് ആവും. അപ്പൊ എന്റെ ഒപ്പീനിയനിൽ സാധാരണ ഒരു കോവേർട്ട് രീതിയിലുള്ള ഹെൽപ്പേ നടക്കത്തുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചൈന തന്നെ പറയുന്നുണ്ട് യുദ്ധത്തിലോട്ട് പോകണ്ട, ഇവിടെ തന്നെ നിർത്താൻ നോക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈനയുടെ തന്നെ അഡ്വൈസ്. അപ്പൊ എന്തായാലും ഈ എല്ലാവരുടെ നിലനിൽപ്പും കൂടി ഇതിൻ്റെ അകത്തൊരു ചർച്ചാ വിഷയമായിട്ട് വരും എന്നല്ലേ. അതായത് രണ്ട് രാജ്യങ്ങൾ കൂടി ഒരു രാജ്യത്തെ ആക്രമിക്കുന്നതും ഒക്കെ അവരുടെ നിലനിൽപ്പിനെയും ബാധിക്കുമെന്നും ഞാൻ ഇതിന്റെ നിലനിൽപ്പിനും ബാധിക്കും. അപ്പം വേൾഡിൽ ബാക്കി കൺട്രീസ് ഉണ്ട്, അപ്പൊ അവരുടെയും അതായത് ചിന്ത മാറും, അവരുടെയും സപ്പോർട്ട് മാറും. അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ നമുക്ക് സംസാരിക്കാനായിട്ടുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എത്രത്തോളം സജ്ജമാണ്. ഇപ്പൊ സാർ ഇപ്പൊ ന്യൂക്ലിയറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ആളുകൾക്കൊരു ഒരു വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കാക്കാനായിട്ട് ലക്ഷത്തിൽ അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരുപാടെന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ ഒരുപാട് ലക്ഷം ആളുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്, സൈനികർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരുറങ്ങാത്തിടത്തോളം കാലം ഞങ്ങൾ സേഫാണ് എന്ന് എല്ലാ കാലവും ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നു. ഇന്ത്യ ഏറ്റവും സമാധാനമുള്ള രാജ്യമായിട്ട് തുടരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു നമ്മൾ ഒരു ഓപ്പറേഷൻ നടത്തി. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾക്കൊരു യുദ്ധസമാനമായിട്ടുള്ളൊരു അല്ലെങ്കിൽ യുദ്ധം പോലൊരു സീൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എത്രത്തോളം സജ്ജമാണ് ഈ കാര്യത്തിൽ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക. സേതുവാണ് എൻ്റെ കൂടെ ഉള്ളത് റിട്ടയേർഡ് നേവൽ ഓഫീസറായിട്ടുള്ള കമഡോർ എൻ അനിൽ ജോസ് സാറാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര Happy Hours. ഇന്ന് ഹാപ്പി അവേഴ്സിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് കണ്ണ് തുറന്നതേ ഓപ്പറേഷൻ സിന്ദൂറിലേക്കാണ്. എല്ലാവരും സോഷ്യൽ മീഡിയ രാവിലെ എടുത്തു നോക്കിയവരെല്ലാവരും ഇതെന്താണത്, അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു. അതെന്തായാലും കുറേ പേരൊക്കെ അതിനെ ഒരു പേടിയുടെ രീതിയിൽ റീഡ് ചെയ്തപ്പോൾ ചില ആളുകൾ അതിനെ ജസ്റ്റിസ് സെർവ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിമാനം കാത്തു എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വേദനയ്ക്ക് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്, ഞങ്ങളുടെ വേദനയ്ക്ക് ഒരു സാന്ത്വനമേകി എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിന് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, എത്രത്തോളം സജ്ജമാണ് ഒരു യുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു സൈഡിൽ നിന്നുള്ള നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ എന്താ പറയുക കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കാണ്ട് എങ്ങനെയായിരിക്കും അത് ഇന്ത്യ അതിനെ കവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ അതിനെ തിരിച്ചടിക്കാൻ പോകുന്നത്? അല്ല, ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുന്നത് നമ്മളുടെ വളരെ നല്ല ഒരു യൂണീക്ക് ഒരു ആം ഫോഴ്സസ് ആണ്. നമ്മളുടെ ഇന്ത്യൻ ആർമി ആണോ, ഇന്ത്യൻ നേവി ആണോ, ഇന്ത്യൻ എയർഫോഴ്സ് ആണോ, നമ്മളെല്ലാവരും എപ്പോഴും റെഡിയാണ്, എല്ലാ സമയത്തും റെഡിയാണ്. ഇപ്പൊ നമ്മളൊരു ഡിസാസ്റ്റർ റിലീഫ് പറഞ്ഞാൽ നോക്കുമ്പം മിലിറ്ററി ആണല്ലോ ഏറ്റവും ആദ്യം എത്തുന്നത്. ആർമി, നേവി, എയർഫോഴ്സ് നമ്മളാണല്ലോ ഏറ്റവും ആദ്യം എത്തുന്നത്. ആൾക്കാരുടെ വിശ്വാസവും അവിടെ തന്നെയാണ്. ശരിക്കും നമ്മള് മിലിറ്ററി പറയുന്നത് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് നമ്മളുടെ മുമ്പിലുള്ള ആളെ ഇഷ്ടമില്ലാഞ്ഞുകൊണ്ടല്ല, നമ്മളുടെ പുറയിലിരിക്കുന്നവരുടെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ഫോർ യുവർ ടുമോറോ വി ഗീവ് അവർ ടുഡേ. അപ്പം നമ്മളുടെ മിലിറ്ററി എന്ന് പറയുന്നത് നല്ല
നല്ല വാല്യൂസ് ഉള്ളവരാണ്, നല്ല വെൽ പ്രിപ്പയർഡ് ആണ്. നമുക്ക് ഒന്നും ഇല്ലാഞ്ഞ സമയത്തും ആൾക്കാര് യുദ്ധം ചെയ്യാൻ റെഡിയുള്ളതാണ്. അങ്ങനത്തെ ചങ്കുറ്റം ഉള്ളവരാണ് കൂടുതലും. അപ്പം നമ്മുടെ ട്രെയിനിങ് തന്നെ അങ്ങനെയാണ്. അപ്പം ആ ഏത് ലെവല് വരെയും വാറ് പോയാൽ നമ്മുടെ മിലിറ്ററിയുടെ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇത് കാണത്തില്ല. ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് യുദ്ധം ഏത് ലെവൽ വരെയും പോകണമെന്നുള്ളത്. പക്ഷെ മിലിറ്ററിയിൽ സാധാരണ നമ്മൾ പറയുന്ന സാധാരണ ഫോർ യുവർ ടുഡേ വി ഗീവ് അവർ ടുമോറോ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഫോർ യുവർ ടുമോറോ വി ഗീവ് അവർ ടുഡേ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പം നമ്മുടെ മിലിറ്ററി നമുക്ക് ഒരു അഭിമാനം തന്നെയാണ്. എന്താന്ന് പറഞ്ഞാൽ വേൾഡിൽ നമ്മുടെ മിലിറ്ററി യുണീക്കാണ്, നമ്മുടെ വാല്യൂ സിസ്റ്റം യൂണിക്കാണ്. മിക്ക മിലിറ്ററീസും അതിന്റെ മിലിറ്ററി നല്ലതാണെന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും നമുക്ക് അഭിമാനിക്കേണ്ടിയാണ്. എന്താന്ന് പറഞ്ഞാൽ ഏത് ഇത് വേണമെങ്കിലും എടുത്തോ നമ്മൾ നല്ലതായിട്ടേ വന്നിട്ടുള്ളൂ. ഒരു UN മിഷൻ ഇന്ത്യ എവിടെ പോയോ നമ്മൾ അവിടെ നല്ലപോലെ ചെയ്തിട്ടേ വന്നിട്ടുള്ളൂ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ അതുപോലെ. നമ്മൾ എവിടെയെങ്കിലും പോയാൽ അവിടെ എന്നാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് വേണ്ടി എന്നാ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ സേവനം ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം ആർമിയുടെ തന്നെ മോട്ടോ സർവീസ് ബിഫോർ സെൽഫ് എന്നാണ്. ഞങ്ങൾ ഇന്ത്യയിലാണ് പഠിച്ചത്, ഞങ്ങളുടെ മോട്ടോ സർവീസ് ബിഫോർ സെൽഫാണ്. അത് തന്നെ ഒരു മൂല്യമാണ്, ഒരു വലിയൊരു മൂല്യമാണ്. അപ്പം മിലിറ്ററിക്കാരെ വളർത്തിയേക്കുന്ന ആ ഒരു മൂല്യത്തിലാണ്. അപ്പം ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും കാണണം, എല്ലാവർക്കും കാണണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം. അപ്പം അത് നമ്മുടെ മിലിറ്ററി നമ്മളുടെ എല്ലാവരുടെയും ഒരു അഭിമാനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി എപ്പോഴും കണ്ടക്റ്റും എല്ലാം നല്ലതാണ്. നമ്മുടെ ഇതിൽ തന്നെ തെറ്റ് ചെയ്താൽ നമ്മുടെ അവിടെ തീർച്ചയായിട്ടും ഒരു പണിഷ്മെന്റ് ഉണ്ട്. ബാക്കി ഒരിടത്തും പണിഷ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തവൻ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അപ്പൊ ആ ഒരു വാല്യൂവും ഒരു ഇത്തോസിലുമാണ് നമ്മുടെ മിലിറ്ററി ഇരിക്കുന്നത്. അപ്പം ഏത് ലെവൽ വരെ പോയാലും നമ്മുടെ മിലിറ്ററി വിൽ ബി റെഡി. നമ്മുടെ വിശ്വാസം ആൾക്കാർക്ക് ആവശ്യമാണ്, കാണണം. അതുകൊണ്ട് പേടിക്കാൻ ഉള്ള സാഹചര്യമില്ല, പേടിക്കേണ്ടതില്ല നമ്മളെ രക്ഷിക്കാനായിട്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് കൂടുതലും പറയുന്നത് നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും, ഞാനും റിട്ടയർഡ്, ഞാനിപ്പം പാർട്ട് ഓഫ് ദ സിവിൽ സൊസൈറ്റിയാ. നമുക്ക് എല്ലാവർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാനുള്ള നമുക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒരു വില്ലേജിൽ ഒരു ടെററിസ്റ്റ് കയറിയാൽ ആ വില്ലേജിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഒരു കള്ളം കയറിയാൽ നമ്മൾ അറിയാതെ ഇരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മള് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മളെല്ലാം മൊബൈലൊക്കെ പിന്നെയാണ് വന്നേക്കുന്നത്. പക്ഷെ നമ്മളെല്ലാരും ഇച്ചിരി സെൽഫിഷ് ആണ് മിക്കവരും. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ചുറ്റുമുള്ള എന്നാണ് നടക്കുന്നത്, ശരിയാണോ തെറ്റാണോ എന്ന് ആ ഒരു ധാരണ നമുക്ക് വേണം. നമ്മളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പം ആദ്യം ഡ്രഗ്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഡ്രഗ്സ് ആണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമുക്കും അറിയാമല്ലോ. അപ്പൊ അതൊരു സിവിക് റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം എല്ലാരും അതിനകത്ത് ഒരു പാർട്ടിസിപ്പന്റ് ആണെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക, ബാക്കി എന്താ പറയുക മിലിറ്ററിയുടെ ജോലി ചെയ്തോളും, ഗവൺമെന്റ് ജോലി ചെയ്തോളും. നമ്മൾ നമ്മുടെ ലെവലിൽ എന്നാ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പാട്ട് കഴിഞ്ഞിട്ടാണ് സാറിന്റെ ലൈഫിൽ നിന്ന്, സാറിന്റെ ഈ സൈനിക ഉദ്യോഗസ്ഥൻ എന്നുള്ള ജീവിതത്തിൽ നിന്ന് നമ്മളൊരു കഥ ചോദിക്കാൻ പോവാണ്. നമ്മളുടെ ആ ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കഥ. അപ്പോൾ അത് കേൾക്കാം, അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കൂ. സേതുവാണ് കൂടെ. എൻ്റെ കൂടെ ഉള്ളത് റിട്ടയർഡ് നേവൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള അനിൽ ജോസ് സാറാണ്. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. Happy Hours. Happy Hours. എൻ്റെ കൂടെ ഇന്ന് ഹാപ്പി അവേഴ്സിലുള്ളത് കമഡോർ അനിൽ ജോസഫ് സാറാണ്. വിശിഷ്ട സേവാ മെഡൽ, ഇന്ത്യൻ നേവി റിട്ടയർഡ്. സാർ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ ജനങ്ങളുടെ സൈഡിൽ നിന്ന് വരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ നമ്മൾ മോക്ക് ഡ്രില്ല് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനിയിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, നമ്മളെ കാക്കാനായിട്ട് അനവധി പേരാണ് നമ്മളുടെ ചുറ്റും, സൈനിക ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ചുറ്റും ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കാക്കാനായിട്ട്. അപ്പോൾ സാറിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ നിന്നും ഒരു കഥ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? കഥ മീൻസ് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? എന്താ പറയുക, ഇങ്ങനെ നമ്മളേറെ സേഫാണ് എന്നുള്ളത് നമുക്ക് വിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള സാറിൻ്റെ ആ ഒരു നേവൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള ലൈഫിൽ സാർ നേരിട്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ നമ്മളെ ഹൈജാക്ക് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ത്രട്ടൺ ചെയ്യാൻ വരികയോ അവിടെ നിന്ന് നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോരുന്ന തരത്തിലുള്ള ഒരു കഥ, സാറിൻ്റെ റിയൽ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു കഥയാണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹം. കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല, നമ്മൾ ഇങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനെ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവീസ് ലൈഫിലെ സ്റ്റോറിയും നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ആ ചോദ്യം എന്നോട് വരും, എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന്. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടും കൂടി ഞാൻ ചോദിക്കുകയാണ് സാർ, അങ്ങനത്തെ ഒരു കഥ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ?
സേതു, ഇത് വളരെ ഒരു ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ. എന്നാന്ന് പറഞ്ഞാൽ കഥകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ഇഷ്ടംപോലെ കഥകൾ വരും. അപ്പം നമ്മളൊരു ടോപ്പിക്ക് ഒരു ടിപ്പ് കിട്ടിയാൽ നമുക്ക് ശരിക്കും മിലിറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എക്സ്പീരിയൻസസ് ആണ് കിട്ടുന്നത്. ഞാൻ പറയുന്ന മിലിറ്ററി ലൈഫ് ഇറ്റ്സ് എ പ്രൊഫഷൻ ഓഫ് പ്രൊഫഷൻ. എല്ലാ പ്രൊഫഷനും ഉള്ള ഒരു പ്രൊഫഷനാണ് മിലിറ്ററി പ്രൊഫഷൻ. ഞാൻ ശരിക്കും പറയുന്നത് ദൈവവിളിയാണെന്നാണ് പറയുന്നത് മിലിറ്ററി. അപ്പം ഇതിനകത്ത് കയറിയ സമയം തൊട്ട് കയറുന്നതിന് മുമ്പം തൊട്ടുള്ള എന്നെ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ കഥകൾ പറയാനുള്ളതുണ്ട്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള സമയത്ത് പറയാൻ, നമ്മൾ യങ് പട്ടാളത്തിൽ മിലിറ്ററി നേവി കയറിയ സമയത്ത് തന്നെ IPKP ഞങ്ങൾ കയറിയായിരുന്നു. IPKP എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ശ്രീലങ്ക ഓപ്പറേഷൻസിനകത്ത്. അപ്പം ശ്രീലങ്ക ഓപ്പറേഷൻസ് ഞാൻ സാധാരണ ആൾക്കാരോട് പറയുന്നത് നമ്മൾ പ്രഭാകരന്റെ കൂടെ ചായ കുടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം അവിടെ പോകുമ്പം ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിരുന്നു, യുദ്ധമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അവിടെ പീസ് കീപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞാണ് പിന്നെ സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോകുന്ന ഒരു യുദ്ധമായിട്ട് തുടങ്ങുന്നത്. അപ്പം പീസ് കീപ്പിംഗ് ഇപ്പം പ്രഭാകരനെ ആ രീതി കണ്ടു, അത് വേറെ ഒരു കഥ. പക്ഷെ അത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പം എന്റെ ബാച്ച്മേറ്റ് ഇഷ്ടംപോലെ ആർമിക്കാര് എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു. ഞങ്ങൾക്ക് നേവിയിൽ ഞങ്ങൾക്കുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ ഒരു ഹാർബറിൽ കയറുമ്പോൾ അതിന്റെ ഒരു 2-3 മൈൽ റേഡിയസിന്റെ അപ്പുറത്തോട്ട് ഞങ്ങൾക്ക് പോകാൻ എന്നുള്ള ഒരു ഇതായിരുന്നു. എന്നാന്ന് പറഞ്ഞാൽ ആർമിക്കാരെ അങ്ങോട്ടുള്ളൂ. അപ്പൊ ഞാൻ ഒരു 3-4 സ്ഥലത്ത് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഞാനൊരു ലാൻഡിംഗ് ഷിപ്പിലായിരുന്നു. ഞങ്ങള് ഓപ്പറേഷണൽ ബീച്ചിങ് ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഷിപ്പ് എന്ന് കരയ്ക്ക് നെറ്റ് ചെയ്തതിന് മുമ്പിലത്തെ പോർഷൻ തുടങ്ങിയിരുന്നു. ടാങ്ക്സും ആൾക്കാരും ഒക്കെ റോൾ ഔട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഇതൊക്കെ. അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത് തന്നെ വളരെ റെയർ ഒരു ഒക്കേഷനാണ്. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു നമ്മൊരു മിലിറ്ററിക്കാരന്റെ തോട്ട് പ്രോസസ് വെച്ചോണ്ടാ പറഞ്ഞത്. നമ്മൾ എല്ലാവർക്കും അത് കാണും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 മൈൽസ് റേഡിയസ് അറൌണ്ട് ദി ഹാർബർ നമുക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ കപ്പലും കൊണ്ട് വന്നപ്പം എനിക്ക് ഒരു ന്യൂസ് കിട്ടി. എന്റെ ഒരു കൂട്ടുകാരൻ, എന്റെ NDAയിലെ ബാച്ച്മേറ്റ് RS മുദ്ദർ, അവന്റെ റെജിമെന്റ് ഒരു ആംബുഷിൽ സ്റ്റക്കാണ്. ആംബുഷ് എന്ന് പറഞ്ഞാൽ അവരെ ചുറ്റും എല്ലാരും സറൗണ്ട് ചെയ്ത് അവരതിനകത്ത് സ്റ്റക്കാണെന്ന്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ സ്റ്റക്കാണ്, നമുക്ക് ഈ ലൈൻ ക്രോസ് ചെയ്യാൻ മേലെന്നുള്ള ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്നാ ചെയ്യും? നമ്മൾ ആരാണെങ്കിലും നമ്മൾ പോകും. അപ്പൊ ഞാൻ പോകുന്ന വഴിയിൽ വെടിയുണ്ട്, അവിടുന്ന് പോകുന്നുണ്ട്, മൈൻഡ് ബ്ലാസ്റ്റ് ആവുന്നുണ്ട്, ആൾക്കാർ കത്തുന്ന കാണുന്നുണ്ട്, അതെല്ലാം കാണുന്നുണ്ട്. എങ്ങനെ അവിടം വരെ എത്തിയെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. എന്താന്ന് പറഞ്ഞാൽ ഞാനൊരു ജസ്റ്റ് ആ ഒരു സ്പിരിറ്റ് അങ്ങ് പോയെന്നേ ഉള്ളൂ. എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോയേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ശരിക്കും പുള്ളി മരിച്ചു കഴിഞ്ഞായിരുന്നു. ഞാൻ പുള്ളിയുടെ ബോഡിയും കൊണ്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോഴും എന്റെ കമാൻഡിങ് ഓഫീസർ ഞാൻ ആ ലൈൻ ക്രോസ് ചെയ്ത് പോയെന്ന് എന്നെ വഴക്ക് പറഞ്ഞില്ല. പുള്ളി എന്നോട് ഇതേ പറഞ്ഞുള്ളൂ, യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. അതെ, പുള്ളി അത്ര പറഞ്ഞിട്ട് പുള്ളിക്ക് എന്റെ ഇമോഷനും മനസ്സിലായി. നമ്മൾ ആരെങ്കിലും അപ്പൊ ഞാനിത് പറയാൻ, ഈ ഒരു ചെറിയൊരു കഥ പറയാനുള്ള കാര്യം, നമ്മൾ ആരെങ്കിലും ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് പോകും. നമ്മൾ ആ സമയത്ത് ആരാ അവിടെ ഉള്ള ആ പുള്ളിക്ക് അറിയാവുള്ളൂ, വേറെ ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. ബാക്കി എല്ലാവരും വേറെ സ്ഥലത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ മിലിറ്ററിയിൽ ആ ഒരു കാര്യത്തിന് എപ്പോഴും വാല്യൂ ഉണ്ട്. അവിടെ നിൽക്കുന്ന ആളുടെ ഡിസിഷനാണ് പുള്ളി ചെയ്യുന്നതെന്ന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ വെറുതെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ കഥകൾ പറയാൻ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ചോദിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും അങ്ങനെ ഒരു കഥയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ഹാപ്പി അവേഴ്സ് പതിയെ വൈൻഡപ്പ് ചെയ്യാണ്. സാർ, ഒരുപാട് സന്തോഷം കേട്ടോ സംസാരിക്കാൻ കഴിഞ്ഞതിൽ, വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഒരിക്കലല്ല, നമ്മൾ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ പൂർണ്ണ സജ്ജരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ഏതൊക്കെ സൈഡിൽ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുതലായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹാപ്പി അവേഴ്സോട് വൈൻഡപ്പ് ചെയ്യണം. എൻ്റെ കൂടെ ഇത്ര നേരം സംസാരിച്ചത് റിട്ടയേർഡ് നേവൽ ഉദ്യോഗസ്ഥനാണ്, കമഡോർ നേരിയ പറമ്പിൽ അനിൽ ജോസഫ്, വിശിഷ്ട സേവാ മെഡൽ, ഇന്ത്യൻ നേവി റിട്ടയേർഡ്. അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ സാർ സംസാരിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.